മികച്ച സംഗീത സംവിധായകൻ മാത്യൂസ് പുളിക്കൻ. മികച്ച സംഗീത സംവിധായകൻ മാത്യൂസ് പുളിക്കൻ. ചിത്രം കാതൽ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സന്നിഗ്ധമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന കഥാപാത്രങ്ങളുടെ സൂക്ഷ്മ വികാരതലങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് പശ്ചാത്തല സംഗീതം പകർന്ന മികവിന്. മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ്. ഇത് ഗാനങ്ങൾ ജസ്റ്റിൻ വർഗീസ്. ഗാനം ചെന്താമരപ്പൂവിൻ. ചിത്രം ചാവേർ. 50,000 രൂപ ശില്പവും പ്രശസ്തി പത്രവും. പൈതൃക സംഗീതത്തെ പുതിയ കാലത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങളോട് സന്നിവേശിപ്പിച്ച സംഗീത സംവിധാന മികവിന്. ഞാൻ ഒന്നുകൂടെ ആദ്യത്തെ വായിക്കാം. മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതം. നിങ്ങളുടെ മീഡിയ ആയതുകൊണ്ട് നല്ലപോലെ അറിവുള്ളവരായതുകൊണ്ട് ഞാൻ ആ ഭാഗം വായിക്കാതെ വിട്ടുപോയതാണ്. അപ്പൊ അത് മാത്യൂസ് പുളിക്കൻ. ചിത്രം കാതൽ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സംഗീത സംവിധായകൻ ഗാനങ്ങൾ ജസ്റ്റിൻ വർഗീസ്. ചിത്രം ചെന്താമരപ്പൂവിൽ. ഗാനം ചെന്താമരപ്പൂവിൽ. ചിത്രം ചാവേർ. മികച്ച ഗാനരചയിതാവ് ഹരീഷ് മോഹനൻ. ഗാനം ചെന്താമരപ്പൂവിൻ. ചിത്രം ചാവേർ. മികച്ച ഗാനരചയിതാവ് ഹരീഷ് മോഹനൻ. ഗാനം ചെന്താമരപ്പൂവിൻ. ചിത്രം ചാവേർ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ചിത്രത്തിന്റെ ഇതിവൃത്തത്തെ സംഗീതാത്മകമായ വരികളിലൂടെ പാരമ്പര്യത്തിന്റെ ഊർജം പ്രസരിപ്പിച്ചുകൊണ്ട് പ്രതിഫലിപ്പിച്ച കാവ്യരചനയ്ക്ക്. 26. മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ ബ്ലസി. മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ ബ്ലസി. ചിത്രം ആടുജീവിതം. 50,000 രൂപ ശില്പവും പ്രശസ്തി പത്രവും. മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യരചനയെ ചലച്ചിത്ര മാധ്യമത്തിന്റെ സാധ്യതകൾ സമർത്ഥമായി ഉപയോഗപ്പെടുത്തി അനുവർത്തനം ചെയ്തെടുത്ത മികവിന്. മികച്ച തിരക്കഥാകൃത്ത് രോഹിത് MG കൃഷ്ണൻ. തികച്ച തിരക്കഥാകൃത്ത് രോഹിത് MG കൃഷ്ണൻ. ചിത്രം ഇരട്ട. 50,000 രൂപ ശില്പവും പ്രശസ്തി പത്രവും. ബാല്യത്തിന് ശേഷം 2 വഴികളിലായി പിയർ പിരിഞ്ഞ ഇരട്ട സഹോദരന്മാരുടെ സംഘർഷഭരിതവും സങ്കീർണവുമായ ജീവിതത്തെ പിരിമുറുക്കത്തോടെ അവതരിപ്പിച്ച രചനാ മികവിന്. മികച്ച ഛായാഗ്രാഹകൻ സുനിൽ KS. ചിത്രം ആടുജീവിതം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. കഥയുടെ വൈകാരിക തലങ്ങൾ ദൃശ്യബിംബങ്ങളിലൂടെയും നിറഭേദങ്ങളിലൂടെയും കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞ ഛായാഗ്രഹണ മികവിന്. മികച്ച കഥാകൃത്ത് ആദർശ് സുകുമാരൻ. ചിത്രം കാതൽ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ബഹുസ്വരമായ ഒരു സമൂഹത്തിലേക്ക് ഉൾച്ചേരുന്ന മനുഷ്യബന്ധങ്ങളുടെ വ്യത്യസ്തമായ കഥ പറഞ്ഞ രചനാ ചാതുരിക്ക്. മികച്ച ബാലതാരം പെൺ തെന്നൽ അഭിലാഷ്. മികച്ച ബാലതാരം പെൺ തെന്നൽ അഭിലാഷ്. ചിത്രം ശേഷം മൈക്കിൾ ഫാത്തിമ. 50,000 രൂപ ശില്പവും പ്രശസ്തി പത്രവും. ശേഷം മൈക്കിൾ ഫാത്തിമ. കുഞ്ഞു മനസ്സിലൊരു ജീവിത ലക്ഷ്യം എങ്ങനെ രൂപം കൊള്ളുന്നുവെന്ന് ഫാത്തിമ എന്ന കഥാപാത്രത്തിന്റെ കുട്ടിക്കാലത്തിലൂടെ അസാമാന്യമായി അവതരിപ്പിച്ച പ്രകടന മികവിന്. മികച്ച ബാലതാരം ആൺ അവ്യുക്ത് മേനോൻ. മികച്ച ബാലതാരം ആൺ അവ്യുക്ത് മേനോൻ. ചിത്രം പാച്ചുവും അത്ഭുത വിളക്കും. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സിനിമയിലെ സുപ്രധാനമായ ഒരു സന്ദർഭത്തിൽ കടന്നു വരികയും തന്റെ കഥാപാത്രത്തെ ശ്രദ്ധേയമാക്കുകയും ചെയ്ത അഭിനയ മികവിന്.